ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കാൻ പോണത്. ഹിസ്റ്ററിയിൽ നെക്സ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ മാത്രമല്ല, ഹിസ്റ്ററിയിലെ ലാസ്റ്റ് ചാപ്റ്ററും കൂടിയാണ്. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, സാംസ്കാരിക വിനിമയം, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കൾച്ചറിൻ്റെ ആ രീതികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ചാപ്റ്ററും കൂടിയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് കൾച്ചറിൽ എങ്ങനെയാണ് എഴുത്ത്, റൈറ്റിങ്സും അതേപോലെ പ്രിൻറ്റിങ്സും എങ്ങനെയാണ് സാംസ്കാരിക വിനിമയത്തിൽ അല്ലെങ്കിൽ കൾച്ചറൽ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രദേശത്ത് നോക്കുമ്പോൾ എന്താണ്, ഒരേ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു സംസ്കാരം എന്ന് പറയുന്നതും ഏതാണ്ടൊക്കെ ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ എല്ലാ ആൾക്കാരുടെയും സംസ്കാരം ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇന്ത്യയിലുള്ള എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നവരാണോ? അല്ല. അപ്പോൾ ഒരു സംസ്കാരത്തെ തീരുമാനിക്കുന്നത് എന്താണ്? ഭൂപ്രദേശമാണ്, അല്ലേ? അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് ഭൗമശാസ്ത്രപരമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ സംസ്കാരമുള്ളവർക്ക് ഒരേ ഭാഷയുണ്ടായിരിക്കാം, അതേപോലെ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർക്കും ഒരേ സംസ്കാരം ഉണ്ടായിരിക്കാം. പക്ഷേ സംസ്കാരത്തെ കൃത്യമായിട്ട് നിർവചിക്കപ്പെടുമ്പോൾ, സംസ്കാരത്തെ കൃത്യമായിട്ട് തീരുമാനിക്കുന്നത് എന്താണ്? ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി പണ്ടൊക്കെ എങ്ങനെയാണ്, ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ദൂരെയുള്ള ആളുകളായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഗതാഗത സൗകര്യങ്ങളൊക്കെ വളരെ കുറവുകളായിരുന്നു. അപ്പോൾ ഇപ്പോൾ വനപ്രദേശങ്ങളാണെങ്കിൽ കൂടി എന്താണ്, ഓരോ ഗോത്രങ്ങൾക്കും ഓരോ ഭാഷകളൊക്കെ ആയിരുന്നു. പിന്നീട് ഗതാഗത സൗകര്യങ്ങൾ വരുമ്പോഴാണ് അവർ തമ്മിൽ ഒരു സമ്പർക്കത്തിൽ വരികയും പിന്നീട് അവരുടെ സംസ്കാരങ്ങൾ തമ്മിലൊരു കൂടിക്കലരുകൾ ഉണ്ടാവുകയും ആ സംസ്കാരത്തിൻ്റെ ഒരു വിനിമയം അവിടെ സാധ്യമാവുകയും ചെയ്യുന്നത്. പണ്ട് ഹാരപ്പൻ ഭാഷ ലിപി ഇല്ലാത്തൊരു ഭാഷയായിരുന്നു. പിന്നീട് ലിപിയോടുകൂടി നമുക്ക് ഭാഷ കിട്ടിയിട്ട് ഏകദേശം ഒരു മൂന്നാം നൂറ്റാണ്ടിലൊക്കെയാണ് നമുക്ക് ലിപിയോട് കൂടിയ ഭാഷകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ പാറക്കെട്ടുകളിൽ ഫലകങ്ങളിലൊക്കെയാണ് നമ്മൾ എഴുതി വെച്ചിരുന്നത്. പ്രധാനമായിട്ടും രാജാക്കന്മാരുടെ നിയമങ്ങൾ, ചില ശാസനങ്ങളൊക്കെയാണ് എഴുതി വച്ചിരുന്നത്. അപ്പോൾ നിയമഗ്രന്ഥങ്ങളെപ്പോലെ. പിന്നീടാണ് കൈയെഴുത്ത് പ്രതികൾ അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്, അതാണ് ശാസനങ്ങൾ എന്നൊക്കെ പറയാം. കൈകൊണ്ട് എഴുതി വെക്കുന്ന പോലെ ശാസനങ്ങളൊക്കെ, വാഴപ്പിള്ളി ശാസനം, തരിസാപ്പിള്ളി ശാസനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ശാസനങ്ങളൊക്കെ കൈയെഴുത്ത് പ്രതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വെറുതെ എഴുതുക മാത്രമല്ല, എന്താണ്, വളരെ നല്ല രീതിയിൽ അതിനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് വെക്കുന്നുണ്ടായിരിക്കും. പിന്നീട് 16-ാം നൂറ്റാണ്ടിലാണ് എന്ത് വരുന്നത്? പ്രിൻറ്റിങ് വരുന്നത്. ഇപ്പോൾ പ്രിൻറ്റിങ് പ്രസ്സുകൾ ഒക്കെ വന്നപ്പോൾ എന്താണ്, അത് വളരെയധികം സാമൂഹികമായിട്ട് അല്ലെങ്കിൽ ഈ ആശയവിനിമയ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റി. ന്യൂസ് പേപ്പറുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ അച്ചടിക്കുന്ന ആൾക്കാർ ഓരോരോ സംഭവങ്ങളൊക്കെ വായനക്കാരുമായി പങ്കുവെക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വൺ വേ ആയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായില്ല. പിന്നീടാണ് ദൃശ്യമാധ്യമങ്ങളുടെ ഒരു കടന്നുവരവ്. ആ ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവിൽ നമ്മൾക്കും അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടാണ്. ഇങ്ങനെയാണ് എഴുത്തും പ്രിൻറ്റിങ്ങും ഒക്കെ സംസ്കാരത്തിൻ്റെ വിനിമയത്തിൽ സ്വാധീനം ചെലുത്തുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സംഗീതത്തിനെ കുറിച്ചാണ്. സംഗീതത്തിൻ്റെ പ്രാധാന്യം, സാംസ്കാരിക വിനിമയത്തിന് സംഗീതത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളതാണ്. സംഗീതത്തിനും നൃത്തത്തിനൊക്കെ സാംസ്കാരിക വിനിമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞു ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ആദ്യകാലങ്ങളിൽ ഈ ക്ലാസിക്കൽ സംഗീതങ്ങളൊന്നും സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിരുന്നില്ല. രാജകൊട്ടാരങ്ങളിലോ അല്ലെങ്കിൽ സമ്പന്നർക്കിടയിലോ മാത്രമായിരുന്നു. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് അവരവരുടെ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ കൃഷിപ്പണിക്ക് ആയാസം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷിപ്പണി കഴിഞ്ഞിട്ടുള്ള അവരുടെ വിനോദ സമയങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവർ ചെറിയ ചെറിയ പാട്ടുകൾ അവർ സ്വയം ഉണ്ടാക്കുകയോ, അതിനാണ് നാടോടി പാട്ടുകൾ എന്ന് പറയുന്നത്. അവർ സ്വയം ചെറിയ പാട്ടുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർ കൈകൊട്ടി കളിക്കുകയോ, അവർ ചെറിയ രീതിയിലുള്ള നാടോടിപരമായിട്ടുള്ള നൃത്തരൂപങ്ങളൊക്കെ അവർ സ്വയം ഉണ്ടാക്കി തുടങ്ങി. നാടൻ പാട്ടുകൾ
ഇപ്പോൾ കാർഷിക വൃത്തിയുമായിട്ട് മഴയുടെ ആഗമനം, കൊയ്ത്തുകാലം, അതുമായി ബന്ധപ്പെട്ടിട്ട് കൽപ്പണിക്കാരുടെയും കൃഷിക്കാരുടെയും ഒക്കെ ഒരു സംഗീതമാണത്. ഇനി അതേപോലെ തന്നെ എന്താണ്, ചെറിയ ചെറിയ നൃത്തരൂപങ്ങൾ, നാടൻ നൃത്തരൂപങ്ങളൊക്കെ അവിടെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അവരുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ, അതൊക്കെയാണ് ആ പാട്ടുകളുടെ വിഷയമായിരുന്നത്. അപ്പോൾ ക്ലാസിക്കൽ എന്ന് പറയുന്നവർക്കൊന്നും പ്രാപ്യമായിരുന്നില്ല. പ്രത്യേകിച്ച് കഥകളി, അതൊക്കെ അരങ്ങേറിയുന്ന എവിടെയാണ്? വലിയ വലിയ രാജകൊട്ടാരങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സാധാരണ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കൊന്നും എവിടെയൊന്നും കയറാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കഥകളി എന്ന് കേൾക്കാം എന്നല്ലാതെ അത് കാണാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നീടാണ് പിന്നെ അത് മാത്രമല്ല, ഈ ക്ലാസിക്കൽ സംഗീതം എന്ന് പറയുമ്പോൾ അത് പഠിക്കാനായിട്ട് എളുപ്പമല്ല. അത് സംഗീതത്തിൻ്റെ വ്യാകരണം എന്ന് തന്നെ പറയാം. അത് പ്രത്യേക രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃത്യമായി പരിശീലനം നേടി തന്നെ നമ്മൾ പഠിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അത് വേറൊരു രീതി. അപ്പോൾ ഈ സംസ്കാരം, ഈ സാധാരണക്കാരുടെ രീതി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സംസ്കാരം, ആ പാട്ടുകൾ വാമൊഴി പാട്ടുകളാണ്. അതെവിടെയും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാവില്ല ക്ലാസിക്കൽ പോലെ. അപ്പോൾ ഈ വാമൊഴി പാട്ടുകൾ ഇവരിങ്ങനെ പാടി, അടുത്ത തലമുറ ഇങ്ങനെ പാടി 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 ഇപ്പം നമ്മുടെ പാണൻ്റെ പാട്ടുകളൊക്കെ പോലെ അതിലൂടെ പല കഥകളും ഒക്കെ ആയിട്ട് എന്താണ്, അതൊരു സംസ്കാരത്തെ തന്നെ അവരെന്ത് ചെയ്യാണ്, പാടി അല്ലെങ്കിൽ നൃത്തത്തിലൂടെയൊക്കെ എന്താണ് അവർ വിനിമയം ചെയ്യാണ്, സംസ്കാരത്തെ തന്നെ വിനിമയം ചെയ്യാണ്. ഇനി പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഭജനകൾ. അപ്പോൾ ഭജനകൾ എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഭജനകളാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആചാരങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്താണ് ഭജനകൾ വരികയാണ്. ഇഷ്ടദേവനോടുള്ള ഭക്തിയാണ് നമ്മൾ ആ ഭജനകളിൽ കാണിക്കുന്നത്. പിന്നീടാണ് സിനിമാ ഗാനങ്ങൾ ഒരു കടന്നു വരിക. സിനിമാ ഗാനങ്ങളിലും എന്താണ്, പഴയകാല സിനിമാ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് ആ സംഗീതത്തിലുണ്ടാവുക. പിന്നീട് ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴോ ഈ സിനിമാ ഗാനങ്ങളിലും എന്തുണ്ട്, പല ആ സിനിമയുടെ ഒരു സന്ദർഭത്തിനനുസൃതമായിട്ടുള്ളത്, അവിടെയും ഭക്തിയും എന്താ പറയുക വിഷാദവും സന്തോഷവും, അപ്പോൾ ആ ഒരു ഭാവത്തിനനുസരിച്ചുള്ള ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങളിൽ പല ഭാവങ്ങളുണ്ട്, ആ ഭാവത്തിനനുസരിച്ചുള്ള ഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംഗീതം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പല തരത്തിൽ സംസ്കാരത്തിനെ വിനിമയം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ മൊഡ്യൂളിലുള്ള 3 ചാപ്റ്ററുകളും എങ്ങനെയാണ്, കുഞ്ഞേ ചാപ്റ്ററുകളാണ്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കാനുള്ളതുള്ളൂ. നിങ്ങളിങ്ങനെ എടുത്ത് പഠിക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഹിസ്റ്ററി നല്ലോണം പഠിക്കുക, വർഷങ്ങൾ പഠിക്കുക, സംഭവങ്ങൾ, ചില ഇൻസിഡൻസ്, പിന്നെ ഞാൻ ചില ചാപ്റ്റേഴ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സുകൾ മസ്റ്റായിട്ട് പഠിക്കുക. വർഷങ്ങൾ, അതിൽ ഇൻസിഡൻസ്, അങ്ങനെ എല്ലാം നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് എക്സാം എഴുതുക. താങ്ക് യു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.